കോൾ കൃഷി രംഗത്ത് ഈ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ നമ്മൾ നനച്ചിരിക്കാത്ത രൂപത്തിൽ കാലാവസ്ഥ വ്യതിയാനങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, കൃഷിനാശത്തിനൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കൃഷിക്ക് നിർബന്ധിതമായി നമ്മൾ ഇൻഷുറൻസ് എടുപ്പിച്ചിട്ട് അതേപോലെ കൃഷി വെള്ളം ലഭ്യമാക്കുന്ന രൂപത്തിൽ 100 അടിത്തോടിൻ്റെ വ്യാപ്തി കൂട്ടി അത് നവീകരിച്ച് കൊണ്ടുപോകണം. നമസ്കാരം. തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളൊക്കെ തെരഞ്ഞെടുപ്പ് പ്രചരണം ഇന്നിപ്പോൾ സ്ഥാനാർത്ഥി പര്യടനം ആരംഭിച്ചു. കാലത്ത് 9:30 മണിക്ക് ഏകദേശം 6-7 കേന്ദ്രങ്ങളിൽ ചെന്നു. ഒരുപാട് ആൾക്കാർ വളരെ നല്ല നിലക്ക് സ്വീകരിച്ചു. അപ്പോൾ അതന്നെ തെരഞ്ഞെടുപ്പിൻ്റെ വിജയമാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ മുന്നേറുന്നു. ഇനി ഉച്ചയ്ക്ക് ശേഷം പര്യടനങ്ങൾ വീണ്ടും ഉണ്ട്, നാളെയുണ്ട്. എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മൾ തീരദേശ മേഖലയ്ക്കും കാര്യങ്ങൾക്ക് വേണ്ടി കൊണ്ടുപോകുന്നത്? എല്ലാ തീരദേശം പൊന്നാനി തീരദേശ മേഖലയിൽ തുടങ്ങി പൊന്നാനിയുടെ കോൾ പടവ് മേഖല വരെയുള്ള മൊത്തം ഭൂമിശാസ്ത്രപരമായ പ്രദേശം ഉൾക്കൊള്ളുന്നതാണ് പൊന്നാനി. ആ പൊന്നാനിയുടെ പദ്ധതികൾ ഓരോന്ന് കൃത്യമായി രേഖപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോയ കഴിഞ്ഞ 10 വർഷക്കാലത്തെ സർക്കാരിൻ്റെ തെളിവുകൾ ഇവിടെ എടുക്കുന്നുണ്ട്. ഇനി കുറച്ച് പണിയും കൂടി നമുക്ക് എടുക്കാണ്ട് പൊന്നാനി ഒന്ന് മെരുക്കിയെടുക്കാൻ തീരദേശത്തിൻ്റെ ഇപ്പോൾ സർക്കാർ ഉത്തരവായി അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകും. കോൾ കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ വലിയ രൂപത്തിൽ നമ്മൾ പദ്ധതിയും കാര്യങ്ങളൊക്കെ ആവിഷ്കരിക്കുന്നുണ്ട്. ഇപ്പോൾ കോൾ കൃഷി രംഗത്ത് ഈ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ നമ്മൾ നനച്ചിരിക്കാത്ത രൂപത്തിൽ കാലാവസ്ഥ വ്യതിയാനങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, കൃഷിനാശത്തിനൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കൃഷിക്ക് നിർബന്ധിതമായി നമ്മൾ ഇൻഷുറൻസ് എടുപ്പിച്ചിട്ട് അതേപോലെ കൃഷി വെള്ളം ലഭ്യമാക്കുന്ന രൂപത്തിൽ 100 അടിത്തോടിൻ്റെ വ്യാപ്തി കൂട്ടി അത് നവീകരിച്ച് കൊണ്ടുപോകണം. പൊന്നാനിയിൽ വെള്ളക്കെട്ടുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം നമ്മൾ നഗരങ്ങളൊക്കെ പട്ടണ രൂപത്തിൽ മാറ്റിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് വെള്ളക്കെട്ടുകൾ നമ്മൾ തിരിച്ചുവിട്ട് നമ്മൾ മറ്റു പ്രദേശങ്ങളൊക്കെ വിട്ട് കൊടുന്നുവിട്ട് അങ്ങനെ കുറേ പരിപാടി ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അടിപൊളിയായിട്ട് നമ്മൾ മുന്നോട്ട് പോകും. അതുകൊണ്ട് ഒരു തർക്കമില്ല. അതുകൊണ്ട് എല്ലാവർക്കും അറിയാലോ നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്നുള്ളത്. അതുകൊണ്ട് ഒരു പ്രശ്നമില്ല. ഞങ്ങൾ ഓരോരുത്തരും ഇതിൻ്റെ ഈ സിന്ധൊക്കെ പറഞ്ഞ പോലെ ഓരോരുത്തരും സ്ഥാനാർത്ഥികളാണ്. ഇവിടുത്തെ ഓരോ പ്രവർത്തകരും അത് ഏറ്റെടുത്ത് നടത്തുകയാണ്. അപ്പോൾ അങ്ങനെ ചെയ്യണം. അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോകുന്ന എല്ലാ സുഹൃത്തുക്കളും വരെയെല്ലാം ഉണ്ട്. പ്രിയപ്പെട്ട സുഹൃത്താണ് സുഭാഷ്. നല്ല കോളേജ് യൂണിയൻ സെക്രട്ടറി ആയിരുന്നു. ഞാൻ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായിരുന്നു. ആ ബന്ധമൊക്കെ ഒരുമിച്ച് തുടരുന്നത്. അങ്ങനെ കുറേ അതെ കുറേ നല്ല സൗഹൃദങ്ങളൊക്കെ വിരിയുന്ന മണ്ണാണ്. അപ്പോൾ ഞാൻ ഇവരെ കൂട്ടുകാരനാണല്ലോ ഞാൻ. ഹലോ ബഷീറേ, ഞാൻ ഇവരെ കൂട്ടുകാരനാണ്. അപ്പോൾ ആ കൂട്ടുകാരനായിട്ട് ഇവിടെ തന്നെ ഉണ്ടായിരിക്കും. ആ നാട്ടുകാരനും കൂട്ടുകാരനും ആ ചങ്ങാതിക്കൂട്ടത്തിന് നടുവിൽ ഇങ്ങനെ പോകും. നമ്മുടെ വനിതകൾക്ക് യുവാക്കൾക്കൊക്കെ വേണ്ടി എന്തെങ്കിലും പദ്ധതികൾ അങ്ങനെ എന്തെങ്കിലും? ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് വനിതകളെ സംബന്ധിച്ചാണ്. വനിത പറഞ്ഞാൽ ഒരു കുടുംബത്തിൻ്റെ നാഥയാണ്. അവരെ സംബന്ധിച്ചോളം ഇപ്പോൾ നമ്മൾ റേഷൻ കാർഡ് പോലും കുടുംബനാഥൻ മാറ്റി എന്തായി കുടുംബനാഥയാക്കി മാറ്റി. കാരണം ആ കുടുംബത്തിൻ്റെ നമ്മൾ പണ്ടൊക്കെ പറഞ്ഞ വിളക്കെന്ന് പറയില്ലേ, പക്ഷെ ആ വിളക്കിങ്ങനെ മങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ വീണ്ടും എന്തായി ആ വിളക്കിനെ കൂടുതൽ പ്രകാശപൂരിതമാക്കിയത് ആരാണ്? കഴിഞ്ഞ 10 വർഷത്തിൻ്റെ LDF സർക്കാരിൻ്റെ മുന്നേറ്റങ്ങളാണ്. അതുകൊണ്ട് ആ വിളക്ക് കൂടുതൽ ശോഭിക്കാൻ നമ്മളെല്ലാവരും ഉണ്ടാവും. അതുകൊണ്ട് അവരാണ് നമ്മുടെ ശക്തി, സഹോദരന്മാരാണ് നമ്മുടെ ശക്തി. എന്നാൽ നമ്മൾ ഒരു ഡിവിഷൻ ഉണ്ടാക്കണമില്ല. സഹോദരന്മാരും എന്തുണ്ട്, സഹോദരിമാരെ കൂടെ ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകും. നല്ല വിദ്യാഭ്യാസ സമ്പത്തുള്ള മേഖലയാണ്. അവരെ നമ്മൾ ചേർത്ത് പിടിച്ചിട്ട് അവർക്ക് കുറച്ച് പ്രോഗ്രാം സെറ്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. കുറേ കാര്യങ്ങൾ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. വിജയം ഉറപ്പിച്ചുകൊണ്ടാണ് പൊന്നാനിയിലെ LDF സ്ഥാനാർത്ഥിയായ MK സക്കീർ പര്യടനത്തിന് ഇറങ്ങിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ പ്രകടന വിശേഷങ്ങളാണ് നമ്മളോടൊപ്പം പങ്കുവച്ചത്.